നമസ്കാരം, റീഡേഴ്സ് അഡ്വക്കേറ്റാണ്. ഇന്നത്തെ പത്രങ്ങളിൽ മനസ്സിനെ ഉലച്ച വാർത്ത ദില്ലിയിലേക്കുള്ള മാർച്ചിനിടെ പോലീസ് നടപടിയിൽ കർഷകർക്കിടയിലേക്ക് പോലീസ് നടത്തിയ നടപടിയിൽ ഒരു യുവ കർഷകൻ വെടിയേറ്റ് കൊല്ലപ്പെട്ട വാർത്തയാണ്. അക്ഷരാർത്ഥത്തിൽ മനസ്സിനെ ഉലയ്ക്കുന്ന, ദേശീയതലത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന BJP സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ കർഷകരുടെ പുനരുദ്ധാരണത്തെക്കുറിച്ച് പത്രങ്ങളിൽ പരസ്യം ചെയ്യുന്ന കാലത്താണ് ഇങ്ങനെയൊരു സംഭവം, ഒരു ദുരന്തം രാജ്യത്തുണ്ടായത്. മാധ്യമങ്ങൾ, ദേശീയതലത്തിലുള്ള മാധ്യമങ്ങൾ അതിന് എന്ത് പ്രാധാന്യം കൊടുക്കും എന്ന് നമുക്കറിയാം. എന്തായാലും കേരളത്തിലെ മിക്ക മാധ്യമങ്ങളും കാര്യമായ പ്രാധാന്യത്തോടു കൂടി തന്നെ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗൗരവത്തിൽ തന്നെ പ്രധാന പത്രങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കർഷകരോട് പോലീസ് അതിക്രമം, യുവ കർഷകൻ കൊല്ലപ്പെട്ടു എന്ന് മനോരമ ലീഡ് വാർത്ത നൽകുന്നു. അതിർത്തികളിൽ കർഷകരും പോലീസും നേർക്കുനേർ എന്ന് മാതൃഭൂമി ലീഡ് നൽകുന്നു. കർഷക സമരത്തിൽ രക്തസാക്ഷി എന്ന് മാധ്യമം തലക്കെട്ട് കൊടുക്കുന്നു. യുവ കർഷകൻ കൊല്ലപ്പെട്ടു എന്ന് സുപ്രഭാതം തലക്കെട്ട് കൊടുക്കുന്നു. യുവ കർഷകനെ വെടിവെച്ചു കൊന്നു, കർഷക വേട്ട എന്ന തലക്കെട്ട് ദേശാഭിമാനി നൽകുന്നു. അക്ഷരാർത്ഥത്തിൽ വെടിവെച്ചു കൊന്നു എന്നുള്ള പ്രയോഗം തന്നെയാണ് ഏറ്റവും ഉചിതം. ഭരണകൂടത്തിൻ്റെ, പോലീസിൻ്റെ നടപടിയിൽ ഉണ്ടായ ദുരന്തം ആണ്. കർഷക കുരുതി എന്ന് ജനയുഗം തലക്കെട്ട് നൽകുന്നു. ചോരപ്പാടം എന്ന് വീക്ഷണം തലക്കെട്ട് നൽകുന്നു. സംഘർഷഭരിതം എന്ന് സിറാജ്, യുദ്ധക്കളം ഒരു മരണം എന്ന് ചന്ദ്രികയും തലക്കെട്ട് നൽകുന്നു. പത്രങ്ങളിൽ വല്ലാതെ നമ്മളെ നിരാശയിലാക്കിയത് ദേശീയ പത്രങ്ങളും ദേശീയ മാധ്യമങ്ങളും എല്ലാം ഗോഡി മീഡിയ എന്ന് ദുഷ്പേര് കൊണ്ടു നടക്കുന്ന കാലത്തും നമുക്ക് ഒന്നുമില്ലെങ്കിൽ കേരളത്തിലെങ്കിലും ഹിന്ദു പത്രം ചെറിയൊരു പ്രതീക്ഷ നൽകിക്കൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് ഹിന്ദു പത്രം ഈ കർഷക വേട്ടയുടെ വാർത്ത അകത്ത പേജിൽ ഒതുക്കുകയാണ് ചെയ്തത്. 21 year old ഫാർമർ കിൽഡ് ഓൺ പഞ്ചാബ് ഹരിയാന ബൗണ്ടറി എന്ന് 10ാം പേജിലേക്ക് ഈ വാർത്ത ഒതുക്കുകയാണ് ഹിന്ദു ചെയ്തത്. എന്താ സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല. പോലീസുമായി ഏറ്റുമുട്ടി കർഷകൻ കൊല്ലപ്പെട്ടുവെന്ന് കൗമുദി 1ാം പേജിൽ വാർത്ത നൽകുന്നുണ്ട്. കർഷക മാർച്ച് വീണ്ടും നിർത്തിവെച്ചു മെട്രോ വാർത്ത, അങ്ങനെയാണ് തലക്കെട്ട് നൽകുന്നത്. കർഷകർക്ക് നേരെ കണ്ണീർ വാതകം, 5ാം വട്ടം ചർച്ചയ്ക്ക് ക്ഷണവും എന്ന് മംഗളം അകത്ത പേജിൽ ആരും കാണാത്ത വിധം കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റു വാർത്തകളിലേക്ക് കടക്കാം. നിരവധി വാർത്തകളുള്ള ദിവസമാണിന്ന്. നമുക്ക് അതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് CPMൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെ സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കി. അതിൻ്റെ അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുകയാണ്. ആ പട്ടികയുടെ വാർത്ത എല്ലാ പത്രങ്ങളും നൽകുന്നുണ്ട്. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് വാർത്തകളും നിരവധിയുണ്ട്. നമുക്ക് അതിലൂടെ ഒന്ന് ഓടിച്ചു പോയതിനു ശേഷം മറ്റു വാർത്തയിലേക്ക് കടക്കാം. മത്സരത്തിന് മന്ത്രി 3 MLA മാർ എന്ന് മനോരമ തലക്കെട്ട് നൽകുന്നു. CPMൻ്റെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച വാർത്തയിൽ മന്ത്രിയും 3 MLA മാരും മത്സരത്തിന് എന്ന് കേരള കൗമുദി നൽകുന്നു. കരുത്തരെ അണിനിരത്തി CPM എന്ന് മാധ്യമം വാർത്ത. അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ എന്ന് മെട്രോ വാർത്ത ലീഡാക്കിയിട്ടുണ്ട് CPMൻ്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ വാർത്ത. ഇങ്ങനെ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ച പട്ടിക എല്ലാ പത്രങ്ങളും 1ാം പേജിലും അകത്ത പേജിലും ഒക്കെ നൽകുന്നുണ്ട്. ഇതിൻ്റെ അനുബന്ധ വാർത്തകൾ 1-2 ഉണ്ട്. അതിൽ ചില പ്രത്യേകതകളുള്ള വാർത്തകൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം. സുപ്രഭാതം ഒരു വാർത്ത നൽകിയിട്ടുള്ളത് CPM പട്ടിക മുസ്ലിം പ്രാതിനിധ്യം കോൺഗ്രസിൽ ചർച്ചയാകും എന്നുള്ളതാണ്. CPM പട്ടികയിലെ മുസ്ലിം പ്രാതിനിധ്യത്തിൻ്റെ കാര്യം കോൺഗ്രസ്സിന് ഇനി ആലപ്പുഴ മാത്രമാണ് പുതിയൊരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കാൻ കഴിയുക. അവിടെയെങ്കിലും ഒരു മുസ്ലിം പ്രാതിനിധ്യം കിട്ടിയില്ലെങ്കിൽ CPMലെ കാര്യമായ പ്രാതിനിധ്യം കോൺഗ്രസിൻ്റെ പ്രാതിനിധ്യമില്ലായ്മ മേൽ ചർച്ചയാവും. അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്കുമെന്നാണ് സുപ്രഭാതത്തിൻ്റെ വാർത്തയിലെ നിഗമനം. CPM സ്ഥാനാർത്ഥി നിർണയം പദവി നോക്കിയില്ല, പോരാട്ടം മുഖ്യം എന്ന് മനോരമ ഒരു അനുബന്ധ വാർത്ത നൽകുന്നുണ്ട്. ഇങ്ങനെ ജയിക്കുക എന്നുള്ള അനിവാര്യത അവർക്ക് മുന്നിൽ നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും ജയിക്കണം, കൂടുതൽ സീറ്റ് വാങ്ങണം, ദേശീയ പാർട്ടി എന്നുള്ള നില തുടർന്നു കൊണ്ടുപോകണം. കേരളത്തിലും ജീവൻ മരണ പോരാട്ടമാണ്. അങ്ങനെ സ്ഥാനാർത്ഥി പട്ടിക ഏറ്റവും മികച്ചത് പുറത്തിറക്കാൻ CPM ശ്രമിച്ചു എന്നുള്ളതാണ് മനോരമ വാർത്തയിലെ ഉള്ളടക്കം. ഇങ്ങനെ നിരവധി വാർത്തകളുണ്ട്. നമുക്ക് മറ്റ് ചില തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ, പൊളിറ്റിക്കലി വളരെ പ്രാധാന്യമുള്ള വാർത്തകൾ ഒക്കെ ഉണ്ട്. നമുക്കതിലേക്ക് കടക്കാം. കോൺഗ്രസ് അക്കൗണ്ടിലെ 65 കോടി ആദായ നികുതി വകുപ്പ് പിടിച്ചു എന്ന് കേരള കൗമുദി വാർത്ത നൽകുന്നുണ്ട്. ദേശീയതലത്തിൽ തന്നെ കോൺഗ്രസിനെ കുഴപ്പത്തിലാക്കുന്ന വിധത്തിൽ അവരുടെ ഫണ്ടിനെ മേൽ കൈകടത്തുന്ന കേന്ദ്ര സർക്കാരിൻ്റെ IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ നടപടിയെക്കുറിച്ച് നമ്മൾ അന്നും ചർച്ച ചെയ്തതാണ്. പുതിയ നീക്കമാണ് IT ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. 65 കോടി പിടിച്ചെടുത്തു, വീണ്ടും ട്രിബ്യൂണലിനെ സമീപിച്ച് കോൺഗ്രസ് എന്ന് മംഗളം ആ വാർത്ത നൽകുന്നു. കോൺഗ്രസിൻ്റെ 65 കോടി അടിച്ചുമാറ്റി എന്ന് മാധ്യമം 1ാം പേജിൽ തന്നെ വാർത്ത നൽകുന്നുണ്ട്. യുവരാജ് സിംഗ് BJP സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചന എന്ന് കേരള
കേരളകൗമുദി ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു. UP-യിൽ ധാരണയായി ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസിന് 17 സീറ്റ് നൽകാൻ SP തയ്യാറായി എന്ന് കേരളകൗമുദി റിപ്പോർട്ട് ചെയ്യുന്നു. കമലഹാസന് ഉദയസൂര്യൻ നൽകാം, അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് എന്ന് DMK ഒരു നിർദ്ദേശം വച്ചത് കേരളകൗമുദി വാർത്ത നൽകുന്നുണ്ട്. നേരത്തെ DMK സഖ്യത്തിലെ കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ കമലഹാസൻ്റെ മുമ്പിൽ ഒരു നിർദ്ദേശം വന്നിരുന്നു. എന്നാൽ DMK അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര പാർട്ടിയുടെ ചിഹ്നം മാറ്റിവെച്ച് DMK ചിഹ്നത്തിൽ മത്സരിക്കുകയാണെങ്കിൽ സീറ്റ് നൽകാം എന്ന് നിർദ്ദേശം വെച്ചിരിക്കുകയാണ്. സുരേന്ദ്രൻ്റെ പദയാത്രാ പോസ്റ്റർ വിവാദത്തിൽ എന്ന് കൗമുദി ഒരു വാർത്ത നൽകുന്നുണ്ട്. NDAയുടെ പദയാത്രയെ കുടുക്കി പാട്ടും ഉച്ചഭക്ഷണവും എന്ന ഒരു വാർത്ത മാതൃഭൂമി പ്രാധാന്യത്തോടു കൂടി നൽകുന്നുണ്ട്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു വിവാദ വാർത്ത നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഉമ്മൻചാണ്ടിയെ പുകഴ്ത്തിയതിനെ തുടർച്ചയായി ജീവനക്കാരെ പിരിച്ചുവിട്ടു എന്നൊക്കെയുള്ള വാർത്തയും കോൺഗ്രസിൻ്റെ സമരവും അവരെ മുൻനിർത്തിക്കൊണ്ടുള്ള വലിയ സമരപ്രഖ്യാപനവും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അത് തുടർ സമരങ്ങളൊന്നും നമ്മൾ കണ്ടില്ല. തെരഞ്ഞെടുപ്പാണല്ലോ, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതങ്ങ് അവസാനിക്കുക എന്നുള്ളതാണല്ലോ സ്വാഭാവികമായൊരു പരിണതി. എന്തായാലും അന്ന് സമരത്തിനിറങ്ങിയ പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു കേസ് എടുത്തിരുന്നു. ആ കേസിനെതിരെ ഹൈക്കോടതിയിൽ പ്രതിപക്ഷ നേതാവ് പോയി. ആ കേസിൻ്റെ FIR കേസ് തന്നെ റദ്ദാക്കുന്ന നടപടി ഉണ്ടായി. കേസ് സ്റ്റേ ചെയ്തു എന്ന് വീക്ഷണം വാർത്ത നൽകുന്നുണ്ട്. മന്ത്രി ബിന്ദുവിനെതിരെ VCയുടെ റിപ്പോർട്ട് എന്ന് കൗമുദി ഒരു വാർത്ത നൽകുന്നു. അന്ന് വിവാദമായ യോഗം റദ്ദാക്കും എന്നും മന്ത്രിയെ ഗവർണർ അപ്രീതി അറിയിക്കും എന്നുമുള്ള വാർത്ത കൂടിയിട്ട് നേരത്തെ KN ബാലഗോപാലിനെ അപ്രീതി അറിയിച്ചിരുന്നു. ബാലഗോപാലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം. ഇനി ബിന്ദുവിനെയും അപ്രീതി അറിയിക്കും. മൊത്തത്തിൽ മൂപ്പര് ഓരോ മന്ത്രിയെ വഴിയിൽ കാണുമ്പോഴൊക്കെ ഗവർണർ അപ്രീതി അറിയിക്കുക എന്നുള്ള പുതിയൊരു പരിപാടിയാണ് തുടങ്ങിയിട്ടുള്ളത്. ഉടനെത്തും റൈസ് എന്നൊരു വാർത്ത ദേശാഭിമാനി നൽകുന്നുണ്ട്. ഭാരതരിക്ക് ബദലായി റൈസ് പുറത്തിറക്കാനാണ് പരിപാടി. കേന്ദ്രം കൊടുക്കുന്ന പോലെ വെറും പച്ചരിയല്ല നമ്മൾ കൊടുക്കുക എന്നും മന്ത്രി പറഞ്ഞ കാര്യം റിപ്പോർട്ടിലുണ്ട്. കണക്റ്റിംഗ് ടിക്കറ്റ് എടുത്തവരെ ഈ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു എന്നൊരു വാർത്ത മാതൃഭൂമിയിലുണ്ട്. അത് കാര്യമായി നമ്മൾ വായിക്കേണ്ട ഒരു വാർത്തയാണ്. KB ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷം ഈ ബസ്സൊക്കെ നഷ്ടത്തിലാണ് എന്ന് പറയുകയും ഈ ബസ്സിൻ്റെ ലാഭക്കണക്ക് പുറത്തു വരികയും ഗണേഷ് കുമാറിന് അതൃപ്തി ഉണ്ടാകുകയും ഒക്കെ ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാം. CMD ഇപ്പോൾ മാറി പുതിയ ആൾ വന്ന കാര്യവും നമുക്കറിയാം. ഈ ഘട്ടത്തിൽ ഗണേഷ് കുമാറിൻ്റെ തീരുമാനത്തിൻ്റെ തുടർച്ചയായി ഈ ബസ് നഷ്ടത്തിലാക്കി അടങ്ങും എന്ന് ഗതാഗത വകുപ്പ് തീരുമാനിച്ചതുപോലെയാണ്. അതായത് തിരുവനന്തപുരം നഗരത്തിൽ ഈ ബസ് വലിയ ജനസ്വാധീനം നേടിയെടുത്ത ഒരു യാത്രാ സംവിധാനമാണ്. 10 രൂപയാണ് ഈ ബസ്സിലെ ടിക്കറ്റ് നിരക്ക്. അതിൽ ഫുൾ ആ യാത്ര തുടങ്ങുന്നത് മുതൽ ഒടുക്കം വരെ 10 രൂപ കൊടുത്താൽ മതി. അതിന് മിനിമവും മാക്സിമം ഒക്കെ 10 രൂപയാണ്. എന്നാൽ ഈ 10 രൂപ ടിക്കറ്റ് ബസ്സിൽ 50 രൂപ എടുത്താൽ ഒരു ദിവസം മുഴുവൻ യാത്ര ചെയ്യാം. 50 രൂപ നമ്മൾ രാവിലെ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏത് സമയത്തും ആ ബസ് പോയി യാത്ര ചെയ്യാം. അതിൽ മിനിമം മാക്സിമം ഒന്നും ഇല്ല. 50 രൂപ എടുത്താൽ എത്ര തവണയും യാത്ര ചെയ്യാം. എന്നാൽ ഇന്നലെ ഇത് സംബന്ധിച്ചൊരു വിവാദം ഉണ്ടായി. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. അതായത് 50 രൂപ ടിക്കറ്റ് എടുത്ത് ബസ്സിൽ കയറിയ ആൾക്കാരെ ഇറക്കി വിട്ടു എന്നുള്ളതാണ് വാർത്ത. ഈ ബസ് അങ്ങനെ ഒരു തീരുമാനം റദ്ദാക്കി ആ സംവിധാനം നിർത്തലാക്കി എന്നുള്ള കാര്യം രഹസ്യമായി നിർത്തലാക്കിയതാണ്. ആളുകളെ ഇറക്കി വിട്ടു. ഈ കാര്യമാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ പിന്നെ ഈ മന്ത്രിക്ക് അതങ്ങ് നിർത്തിയാൽ പോരെ, ഈ പരിപാടി അങ്ങ് നിർത്തിയാൽ പോരെ. രഹസ്യമായി നഷ്ടക്കണക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പുതിയ പരിപാടിയാണ്. ഈ ബസ് നഷ്ടത്തിലാണെന്ന് പറയാലോ പിന്നീട്. അങ്ങനെ നമുക്ക് സംശയം തോന്നുന്ന ഒരു കാര്യമാണ്. കരുവന്നൂർ അന്വേഷണം വിപുലമാക്കുന്നു, മൊയ്തീനെ വീണ്ടും ചോദ്യം ചെയ്യും എന്ന് മംഗളം. കരുവന്നൂർ അന്വേഷണത്തിന് വീണ്ടും ചൂടുപിടിക്കുന്നു, 5 പേരിലേക്ക് അന്വേഷണം എന്ന് മാതൃഭൂമി. നടൻ ദിലീപിന് തിരിച്ചടി, അന്വേഷണ റിപ്പോർട്ടിൻ്റെ പകർപ്പ് അതിജീവിതയ്ക്ക് നൽകാൻ ഹൈക്കോടതി ഉത്തരവ് എന്ന് മംഗളം വാർത്ത നൽകുന്നു. കൊൽക്കത്തയിൽ സിംഹത്തിന് സീത അക്ബർ എന്ന പേരിട്ടതിനെതിരായി VHP നൽകിയ ഹർജി കോടതി പരിഗണിച്ചിരുന്നു ഇന്നലെ. VHPക്കെതിരെ ഹൈക്കോടതി എന്ന് ചന്ദ്രിക റിപ്പോർട്ട് കൊടുക്കുന്നു. സിംഹത്തിന് സീത എന്ന് പേരിട്ടാൽ എന്താണ് പ്രശ്നം എന്ന് കേരളകൗമുദി കോടതിയുടെ ചോദ്യം തലക്കെട്ടായി നൽകിക്കൊണ്ട് വാർത്ത നൽകുന്നു. ജനയുഗം ഒരു പ്രധാനപ്പെട്ട വാർത്ത നൽകുന്നു. മോദിയുടെ വിശ്വസ്തൻ്റെ വീട്ടിൽ CBI റെയ്ഡ് എന്നൊരു വാർത്തയാണ്. മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ ചുക്കാൻ പിടിച്ച ഉദ്യോഗസ്ഥൻ രമേശ് അഭിഷേക്, മകൾ വിനീഷ അഗർവാൾ എന്നിവരുടെ വീട്ടിലാണ് റെയ്ഡ് എന്ന് ജനയുഗം വാർത്ത നൽകുന്നു. യുവതിയുടെയും ശിശുവിൻ്റെയും മരണം, ഭർത്താവ് അറസ്റ്റിൽ എന്ന് മനോരമ ഒരു വാർത്ത നൽകുന്നുണ്ട്. യുവതിയുടെ പ്രസവത്തിന് ചികിത്സ തേടാതെ വീട്ടിൽ തന്നെയാക്കുകയും യുവതിയും കുഞ്ഞും മരിച്ചു പോവുകയും ചെയ്ത ഒരു ദുരന്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള വാർത്തയാണ്. വീട്ടിൽ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്ന സംഘങ്ങൾ സംസ്ഥാനത്ത് സജീവം എന്നൊരു വാർത്ത കൂടി മനോരമയിലുണ്ട്. വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. മലയാളികൾ അല്ലെങ്കിൽ കേരളമാകെ ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മുന്നേറ്റം നേടിയ ഒരു നാടും ആളുകളും അതിൻ്റെ തുടർച്ചയായി ഉള്ള സാഹചര്യവും ഒക്കെയാണ്. ഈ ഘട്ടത്തിലാണ് പുതിയ എതിർമൂല്യങ്ങളടങ്ങിയ ചിന്തകൾ പ്രചരിപ്പിക്കുന്നത്. അതിന് സ്വീകാര്യതയുണ്ടാക്കുന്നതിന് വേണ്ടി ചില സംഘങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നു എന്നാണ് മനോരമ വാർത്ത. സിനിമാ മേഖലയിൽ വീണ്ടും ഒരു സമരത്തിന് അരങ്ങൊരുങ്ങിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് സമരപ്രഖ്യാപനത്തിൻ്റെ തുടർച്ചയായി സംഘടനയ്ക്കിടയിൽ
തർക്കം രൂപപ്പെട്ട വാർത്തയും ഇന്ന് പത്രങ്ങളുണ്ട്. റിലീസ് വിലക്ക് ഫിയോക്ക് പിളർപ്പിലേക്ക് എന്ന് മെട്രോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. റിലീസ് വിലക്ക് പ്രതിഷേധിച്ച് ഫെഫ്ക, വ്യവസ്ഥകൾ പാലിക്കണമെന്ന് ഫിയോക്ക് എന്ന് കൗമുദിയും വാർത്ത നൽകുന്നു. പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സർക്കാർ രൂപീകരിക്കാൻ വൈകുകയാണ്, തൂക്ക് സർക്കാരാണ് വരാനിടയുള്ളത്, എന്നാൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തി എന്ന് വാർത്ത പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പാകിസ്ഥാൻ ഷഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രി, ആസിഫ് അലി സർദാരി പ്രസിഡന്റ് എന്ന് സുപ്രഭാതം ഉൾപ്പെടെ പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിൻ്റെ സന്തോഷം സ്റ്റാർട്ടായി. ആസാമിനെതിരെ വിജയം സ്വന്തമാക്കി 1-3 ഗോൾ നേടിയാണ് കേരളം വിജയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ തലക്കെട്ടുകൾ പത്രങ്ങൾ നൽകുന്നുണ്ട്. സന്തോഷം സ്റ്റാർട്ടായി എന്ന് കൗമുദി തലക്കെട്ട് നൽകുന്നു. സന്തോഷ തുടക്കം എന്ന തലക്കെട്ട് ജനയുഗവും സുപ്രഭാതവും നൽകുന്നു. ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കേറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ വീണ്ടും വരാം. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.